ഹലോ ഗായ്സ്, ഇതാ ഞാൻ എത്തിയിരിക്കുന്നു മറ്റൊരു വൻ വ്ളോഗുമായിട്ട്. ഇതൊരു വ്യത്യസ്തമായ ക്രിക്കറ്റ് വ്ളോഗാണ്. നമ്മുടെ ക്രിക്കറ്റ് ഇവിടെ ഇന്ത്യ വേഴ്സസ് അയർലൻഡ് ബെൽഫാസ്റ്റിലുണ്ടാവുന്നു. സഞ്ജു സാംസനെ കാണാനുള്ള പോക്കാണ്. ഇതെൻ്റെ ഫ്രണ്ട് ദൃശ്യ ഒരു അഭിഷേക് ശർമ്മ ഫാനാണ്. ദൃശ്യയുടെ ഹസ്ബൻഡ് സിറാജേട്ടൻ. അടുത്തതായി ഇൻട്രൊഡ്യൂസിങ് അനദർ സഞ്ജു സാംസങ് ഫാൻ ടീന. ഞങ്ങൾ വന്നു പിന്നെ ജേഴ്സി മാറ്റലായി, ഫോട്ടോ എടുക്കലായി, എന്താ പറയുക, റീലെടുക്കലായി. അങ്ങനെയൊക്കെ നമ്മുടെ ജേഴ്സിയും ഇവിടുത്തെ സ്കൈയും വന്ന് ഭയങ്കര കോമ്പിനേഷനായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിൽ കയറി, വിജിച്ചേട്ടൻ്റെ ബസ്സിൽ കയറി. ഞങ്ങൾ ബസ്സിൽ കൂടെ ബെൽഫാസ്റ്റിലെത്തി. ബെൽഫാസ്റ്റിൽ നമ്മൾ 1.5 മണിക്കൂർ തന്നെ നേരത്തെ തന്നെ അവിടെ ഹാജരായിരുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഫുഡ് ഓപ്ഷൻസ് ഉള്ളത് നോക്കുകയായിരുന്നു നമ്മൾ. അങ്ങനെ ഇതാണ് സ്റ്റേഡിയത്തിൻ്റെ ഒരു സൈഡ്. നമ്മുടെ F എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അധികമായിട്ടൊന്നും നമ്മൾ എത്തുന്ന സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വ്ളോഗ് എപ്പോഴാണ് എടുക്കുക എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹായ് എന്ന് പറയാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം ആൻഡ് പിച്ച് ഒക്കെ എല്ലാമായിട്ട്. നമ്മൾ ചിയർ ചെയ്യാൻ പോകാമെന്നാണ് പറയുന്നത്, പക്ഷേ ഇതുവരെ കളിയും തുടങ്ങിയിട്ടില്ല. പിന്നെ ഈ നമ്മുടെ കൂടെ വരുന്ന ചെണ്ട ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ചെണ്ട നമ്മുടെ ടീം തന്നെയായിരുന്നു. നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഡെറിയിൽ നിന്ന് തന്നെ വരുന്ന ചേട്ടന്മാരും എല്ലാവരും കൂടെ ആയിരുന്നു. ചെണ്ട എടുത്ത് ആളുകളെ, സഞ്ജു സാംസണെയും എല്ലാവരെയും ഭയങ്കരമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഈവൻ അയർലൻഡിന് ഫോട്ടോ അടിക്കുമ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. നമുക്കങ്ങനെ പാർഷ്യാലിറ്റി ഒന്നും ഇല്ലാത്ത പോലെ. അതിൻ്റെ ഇടയിൽ ആരോ ഫ്ലാഗ് കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ ഫോട്ടോ എടുക്കലായി, റീലെടുക്കലായി, എങ്ങനെ പോയി കാര്യങ്ങൾ. ഇതൊക്കെ കളി തുടങ്ങുന്നതിന് മുമ്പാണ്. അങ്ങനെ അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനത്തെ കുറേ നല്ല ഓർമ്മകളൊക്കെ കിട്ടി. അതിൻ്റെ ഇടയിൽ ചെണ്ട കിട്ടിയപ്പോൾ ഒരു സന്തോഷത്തിൽ ഒന്ന് അടിച്ചോട്ടെ എന്ന് ചോദിച്ചതാണ്. ഇത് നമ്മൾ അടിച്ചു തുടങ്ങിയപ്പോൾ ആരൊക്കെയോ വീഡിയോ എടുത്ത് അതൊക്കെ എവിടേക്കൊക്കെയോ പോയി. സഞ്ജു സാംസൺ വരുമ്പോൾ ചെണ്ട കൊട്ടലായി, അങ്ങനെയാണെന്നൊക്കെ പറയലായി. ഇതൊക്കെ സംഭവിച്ചു ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇത് കണ്ടപ്പോൾ ഒരു ആവേശത്തിലൊന്ന് കൊട്ടി നോക്കിയെന്നേ ഉള്ളൂ. നമുക്കിതിൻ്റെ ABCD അറിയില്ല, എന്നാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത് വെച്ച് കുറേ വീഡിയോസൊക്കെ വന്നത് നമുക്ക് ഭയങ്കര രസമായി. പോയതിന് ആകെ ഉണ്ടായ ഒരു കാര്യം അതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കളി തോറ്റല്ലോ. അതിപ്പോൾ ഓൾറെഡി നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ഈ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ വ്ളോഗ് ഇടുന്നത്. ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട ഒരു കളിയായിരുന്നു ഇത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് 2 ചെണ്ട കൊട്ടാൻ പറ്റി എന്നുള്ളൊരു സന്തോഷവും 2-3 ക്ലിപ്പിൽ വന്നു ഇത് കാരണം എന്നും മാത്രമാണ് നമുക്കറിയുന്നത്. ജസ്റ്റ് കൊട്ടുന്ന കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പോഴാണ് നമ്മുടെ താരം സഞ്ജു സാംസൺ അവിടെ എത്തിയത്. സഞ്ജു സാംസൺ വാമപ്പിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടുന്ന് എല്ലാവരും കുറേ വിളിക്കുന്നുണ്ടായിരുന്നു, അലറി വിളിക്കുന്നുണ്ടായിരുന്നു. സഞ്ജു ഒന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ചെണ്ട കൊട്ടലും നമ്മൾ വിളിയും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്നിരുന്നാൽ മൂപ്പരുടേതായ വർക്കിൽ നിൽക്കുമായിരിക്കും. ഇതൊക്കെ ഇപ്പോൾ എത്ര കണ്ടിരിക്കുന്നു നമ്മളല്ല സഞ്ജു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സഞ്ജുവിനെ ഇങ്ങനെ കണ്ടു. പക്ഷേ അപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല സഞ്ജുവിനെ ഇങ്ങനെ മാത്രമേ കാണാൻ പറ്റുന്നുണ്ടാവുള്ളൂ എന്ന്. ഡക്കായി പോകും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സഞ്ജു വന്നതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ അങ്ങനെ വൻ സെറ്റപ്പോട് കൂടി നമ്മൾ വൻ പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു ഈ കളീനെ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. ഇതിൻ്റെ ഇടയിൽ സൂര്യവംശി, പിന്നെ അഭിഷേക് ശർമ്മ, ഗംഭീറിനെയൊക്കെ നമ്മൾ കണ്ടു. അതൊക്കെ ഒരു വേറെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതുവരെയൊക്കെ TV-ലല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും നിരയായി വന്നു നിന്നു, തുടങ്ങാൻ പോയി. അപ്പോൾ അവിടെ നിന്ന് നാഷണൽ അന്തം കേട്ടത് ഒരു ഭയങ്കര സംഭവമായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കരമായിട്ട് എന്താ പറയുക, നമ്മുടെ രക്തം തിളയ്ക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വേറൊരു കൺട്രിയിൽ നിന്നുകൊണ്ട് ജനഗണമന ചൊല്ലുന്ന സമയത്തൊരു വേറെ ഫീലായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ വയ്യ. അതിൻ്റെ ഇടയിൽ നമ്മൾ അഭിഷേക് ശർമ്മ ഫാൻ അഭിഷേകിനെ അപ്പുറത്ത് ഫീൽഡ് ചെയ്യുന്ന കണ്ട് ഫുൾ വിളിയായിരുന്നു. ഒന്ന് ഹായ് പറയൂ എന്നുള്ള പോലെ. പക്ഷേ അഭിഷേക് നോക്കിയില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്കിതൊക്കെ അല്ലേ ഒരു ആനന്ദം. എത്രയേ പറയാനുള്ളൂ. ബാക്കി കളി തോറ്റ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ. ഈ ഫോട്ടോസൊക്കെയാണ് നമ്മളൊരു മെമ്മറീസ്. അങ്ങനെ സഞ്ജു സാംസങ്ങിനെ കണ്ട് നല്ലൊരു ബിരിയാണി വൈകുന്നേരം അടിച്ച് തിരിച്ച് വീട്ടിലെത്തി. എന്തൊക്കെ പറഞ്ഞാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ബൈ.